നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബീഹാറിൽ നടന്നത് വോട്ട് അട്ടിമറിയാണെന്ന് ഔദ്യോഗികമായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. ഇന്ന് രാവിലെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നടന്നത് വോട്ടുകൊള്ളയാണ്. ഫലം കൃത്യമായി വിശകലനം ചെയ്ത് തെളിവുകൾ പുറത്തുവിടും. വലിയ തട്ടിപ്പുകൾ നടന്നു. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിക്കും. തേജസ്വി യാദവുമായി ഇക്കാര്യം സംസാരിച്ചെന്നും ബീഹാർ ഫലം ഇന്ത്യ സഖ്യം ഒന്നിച്ച് വിശകലനം ചെയ്യുമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് വിവരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അമ്പരപ്പിക്കുന്ന വിജയം നേടിയ ശേഷം കോൺഗ്രസ് ഔദ്യോഗികമായി നടത്തുന്ന ആദ്യ പ്രതികരണമാണിത്. 243 അംഗസഭയിൽ 202 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം അതിശയിപ്പിക്കുന്ന വിജയം നേടിയത്. RJDയുടെ സീറ്റ് 3-1 കുറഞ്ഞു. കോൺഗ്രസ് ഒറ്റ അക്കത്തിലൊതുങ്ങി. ഇത് അസ്വാഭാവിക തകർച്ചയാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണയാണ് NDA സഖ്യത്തിന് വിജയം നേടിക്കൊടുത്തതെന്ന് പൊതുവെ വിലയിരുത്തുമ്പോഴും ഇതിനെ ഇന്ത്യ സഖ്യം തള്ളുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ 1.27 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വീതം നിതീഷ് കുമാർ സർക്കാർ നൽകിയിരുന്നു. വിജയിക്കുന്ന സംരംഭകർക്ക് 2 ലക്ഷം കൂടി നൽകുമെന്ന വാഗ്ദാനവും നൽകി. BJP നേതാവ് പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം. പാലത്തായിൽ അധ്യാപകൻ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 376 AB ബലാത്സംഗം പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബീഹാറിലെ കളി ബംഗാളിൽ വേണ്ടെന്ന മുന്നറിയിപ്പുമായി തൃണമൂൽ കോൺഗ്രസ്. ബീഹാർ അല്ല ബംഗാളെന്നും മമതാ ബാനർജി തന്നെ 4ാം തവണയും സംസ്ഥാനം ഭരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. ബീഹാറിന് ശേഷം ബംഗാൾ പിടിച്ചെടുക്കണമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം. കോഴിക്കോട്ടും മലപ്പുറത്തും കള്ളനോട്ട് വേട്ട. 500 രൂപയുടെ 57 കള്ളനോട്ടുകളാണ് പിടിച്ചെടുത്തത്. 2 വിദ്യാർത്ഥികളടക്കം 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ വ്യാപക അന്വേഷണവും തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. കള്ളനോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സ്ഥാനാർത്ഥിയെ പട്ടികടിച്ചു. ഇടുക്കി ബെൻസൺ വാലി പഞ്ചായത്തിൽ 2ാം വാർഡിൽ വോട്ട് തേടുന്നതിനിടെയാണ് UDF സ്ഥാനാർത്ഥിയെ നായ കടിച്ചത്. വോട്ട് തേടി ഒരു വീട്ടിൽ എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥി ജാൻസി ബിജുവിന് നായകടിയേറ്റത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വീണ്ടും രാജി. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് രാജിവെച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായി ബാബുരാജ് അറിയിച്ചു. നേരത്തെ നടക്കാവ് കൗൺസിലർ അൽഫോൺസ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു. 4.5 വർഷമായി പാർട്ടിയിൽ യാതൊരു പ്രവർത്തനവും നടത്താത്ത ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ വാർഡ് 65-ൽ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് ബാബുരാജിന്റെ പരാതി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിൽ. CPM പരാതിയിൽ വൈഷ്ണയുടെ പേര് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. വോട്ടർ പട്ടികയ്ക്കായുള്ള അപേക്ഷയിൽ വൈഷ്ണ രേഖപ്പെടുത്തിയ കെട്ടിടത്തിന്റെ TC നമ്പർ തെറ്റാണെന്നും ഈ വിലാസത്തിൽ താമസിക്കുന്നവരുമായി വൈഷ്ണയ്ക്ക് ബന്ധമില്ലെന്നും CPM പരാതിയിൽ ആരോപിച്ചു. എന്നാൽ താൻ നിലവിൽ താമസിക്കുന്ന വീടിന്റെ നമ്പർ TC 18/2365 ആണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ നൽകിയതെന്നുമാണ് വൈഷ്ണയുടെ വിശദീകരണം. അതേസമയം അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം. SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഒരു കൂട്ടം വോട്ടർമാരെ ബോധപൂർവം നീക്കം ചെയ്യാനുള്ള ശ്രമമാണിതെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ ഫലപ്രദമായി ഫോം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 80% പൂർത്തിയായെന്നാണ് കമ്മീഷൻ പറയുന്നത്. എത്രത്തോളം നിയമയുദ്ധം നടത്താൻ കഴിയുമോ അത്രയും മുന്നോട്ടു പോകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടി SIR നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. വിഷയത്തിൽ സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. കോഴിക്കോട് നരിക്കാട്ടേരിയിൽ CPM പ്രവർത്തകർ തമ്മിൽ വീണ്ടും സംഘർഷം. 3 പേർക്ക് മർദ്ദനമേറ്റു. CPM പാറയിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സബിലാഷ്, സുധീഷ്, രജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 3 പേരും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷത്തിൽ ഒരു ബൈക്കും തകർത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്നാണ് സൂചന. ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. 29 പേർക്ക് പരിക്കേറ്റു.
പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള വീടുകളും തകർന്നിട്ടുണ്ട്. സംഭവം അട്ടിമറിയല്ലെന്നും ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചു. ഫരീദാബാദിലെ ഭീകരരിൽ നിന്ന് പിടിച്ച അമ്മോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനമുണ്ടായത്. പരിശോധനയ്ക്കായി സാമ്പിൾ എടുക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായതെന്ന് DGP നളിൻ പ്രഭാത് അറിയിച്ചു. അതേസമയം സ്ഫോടനം നടത്തിയെന്ന് അവകാശപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നിഴൽ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.